നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 4th മൊഡ്യൂളിനകത്തെ പാരലൽ പ്രോസസ്സിംഗ് ആയിരുന്നു. ഇന്ന് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് പൈപ്പ് ലൈൻ കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ക്ലാസിഫിക്കേഷൻ സ്കീമും. അപ്പോൾ ആ രണ്ട് ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 4th മൊഡ്യൂള് കംപ്ലീറ്റ് ആകും. അപ്പോൾ പൈപ്പ് ലൈനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 5th മൊഡ്യൂളിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ പൈപ്പ് ലൈൻ എന്താണെന്നുള്ള കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. പൈപ്പ് ലൈനിങ്. The term pipelining refers to a technique of decomposing a sequential process into sub-operations, with each sub-operation being executed in a dedicated segment that operates concurrently with all other segments. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്താണ് പൈപ്പ് ലൈനിങ് എന്നും എന്താണ് പാരലൽ പ്രോസസ്സിംഗ് എന്നും. പാരലൽ പ്രോസസ്സിംഗ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഒന്നിലധികം ഓപ്പറേഷൻസിനെ നമ്മൾ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ പ്രോസസ്സിനെ തന്നെ പല സബ് ഓപ്പറേഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ സബ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഒരൊറ്റ ഓപ്പറേഷനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ആ പല ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ സമയം തന്നെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എളുപ്പം അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. അതിനെയാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. പക്ഷെ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാലോ ഒന്നിലധികം പ്രോസസ്സുകളെ നമ്മൾ അറ്റ് എ ടൈമിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒന്നിലധികം പ്രോസസ്സുകളെ തന്നെ നമ്മൾ അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ച റിസൾട്ട് കിട്ടുന്നതാണ് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ രണ്ട് ടേംസ് തമ്മിലൊന്നും മാറിപ്പോകാതെ ഇരിക്കുക. ഇനി the structure of pipeline organization can be represented simply by including an input register for each segment followed by a combinational circuit. നമ്മൾ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു ഒരു സീക്വൻഷ്യൽ ഓപ്പറേഷനെ സബ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഓരോ സബ് ഓപ്പറേഷനെയാണ് നമ്മൾ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓരോ സെഗ്മെന്റിനകത്തെ ഡേറ്റാനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഇൻപുട്ട് രജിസ്റ്ററും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓരോ സെഗ്മെന്റുകളുടെ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് ഓപ്പറേഷൻസ് ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഓരോ സബ് ഓപ്പറേഷൻ സെഗ്മെന്റ് ആണെന്നുള്ള കാര്യം വിചാരിക്കുക. ആ സെഗ്മെന്റിൽ നിന്ന് ഡേറ്റാനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ ബേസിലാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയും കൂടെ ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കൂടെ കൂടി ഒരു എക്സാമ്പിൾ ആണ് താഴെ തന്നിരിക്കുന്നത് പൈപ്പ് ലൈനിന് വേണ്ടിയുള്ള. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതൊരു ഒറ്റ ഇൻസ്ട്രക്ഷൻ അല്ലേ, ഒരു ഒറ്റ ഓപ്പറേഷൻ അല്ലേ. എയും ബിയുടെയും വാല്യൂ ഇൻഡ് ചെയ്തിട്ട് അതിനെ സിയുടെ വാല്യൂ കൊണ്ട് ആഡ് ചെയ്യുക. ഒരു ഒറ്റ ഓപ്പറേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്നാണ് താഴെ കാണിക്കുന്നത്. അപ്പൊ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ടെക്നിക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഒറ്റ ഓപ്പറേഷനെ നമ്മൾ പല ഓപ്പറേഷൻസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? അതാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയേ, എ എന്ന് പറയുന്നതിന്റെയും ബി എന്ന് പറയുന്നതിന്റെയും വേരിയബിൾസിന്റെ വാല്യൂ നമ്മൾ R1 R2 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ സബ് ഓപ്പറേഷൻ. രണ്ടാമത്തെ ഓപ്പറേഷൻ നോക്കിയേ, R1നും R2നും ഇപ്പൊ ആരുടെ വാല്യൂസ് ഉണ്ട്? എയുടെയും ബിയുടെയും വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് വെച്ച് നമ്മൾ ഒന്നാമത്തെ ഓപ്പറേഷൻ ചെയ്യുകയാണ്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്പറേഷൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യുന്നു? R4 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് നമ്മുടെ മൂന്നാമത്തെ വേരിയബിളിന്റെ വാല്യൂ ലോഡ് ചെയ്യിപ്പിക്കുന്നു. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത സെക്ഷൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ R3ക്കകത്ത് എന്തുണ്ട്? R1ഉം R2ഉം കൂടെ ഇൻഡ് ചെയ്ത വാല്യൂ R3ക്കകത്തുണ്ട്. R4നകത്ത് സിയുടെ വാല്യൂ ഉണ്ട്. അപ്പൊ ആ R4ന്റെ R3യും കൂടെ വാല്യൂയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് R5നകത്തും കൂടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇത്രയും പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സി കൊണ്ട് ആഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ ഇത്രയും സ്റ്റെപ്പുകളായിട്ട് തന്നിരിക്കുന്നത്. ഈ പല സ്റ്റെപ്പുകളായിട്ട് തന്നിരിക്കുന്ന ഓപ്പറേഷൻസിനെ നമ്മൾ അറ്റ് എ ടൈമിലാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പൈപ്പ് ലൈൻ വർക്ക് ആവുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത്തെ ഒരു സെക്ഷനകത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു സെഗ്മെന്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഒരു സമയത്ത് നമ്മൾ R1 R2 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് ലോഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്ത ഓപ്പറേഷൻ കൺകറന്റ് ആയിട്ട് ചെയ്യുക. എന്താ ചെയ്യുന്നത്? സി എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ R4 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യിപ്പിച്ചു. ഇനി ആ ലോഡ് ചെയ്യിപ്പിക്കുകയും ഈ റിസൾട്ട് കിട്ടുകയും കൂടെ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ സമയം തന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ രണ്ട് ഓപ്പറേഷൻ ചെയ്യുക. എന്ത് ചെയ്യുന്നത്? R3നെ R4നെയും കൂടെ നമ്മൾ ആഡ് ചെയ്യിപ്പിക്കുന്നു. ആ റിസൾട്ടാണ് നമുക്ക് ഫൈനലായിട്ട് R5ലോട്ട് കിട്ടുന്നത്. ഇതാണ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ ഓപ്പറേഷനെ സബ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സെഗ്മെന്റിനെയും കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്.
ഇനി പൈപ്പ് ലൈനെ മെയിൻ ആയിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്നും ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്നും. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിനകത്ത് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് പൈപ്പ് ലൈനിങ് എന്താന്നുള്ള കാര്യം ആ ഫിഗറും ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ ചാപ്റ്ററിനകത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആർക്കിടെക്ചറൽ ക്ലാസിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലിൻസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. എസ് എ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഇതിനോട് കൂടി ഫിഗർ ഉണ്ട്. ആ ഫിഗർ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവുള്ളൂ. എസ് എ ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കിടെക്ചറൽ ക്ലാസിഫിക്കേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരലൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റത്തിനെ ഡിസൈനിങ് ചെയ്യുമ്പോൾ ഓരോ സിസ്റ്റത്തിനും ഓരോ ആർക്കിടെക്ചർ ആയിരിക്കും, ഓരോ മെമ്മറി ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ പ്രൊസസർ ആയിരിക്കും വേണ്ടി വരിക. ഓരോ ടാസ്കിനനുസരിച്ചാണ് നമ്മൾ ആ സിസ്റ്റത്തിനെ നമ്മൾ ഡിസൈനിങ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻസ്ട്രക്ഷൻ സ്ട്രീമിന്റെയും ഡേറ്റാ സ്ട്രീമിന്റെയും ബേസിൽ എങ്ങനെയൊക്കെ ഒരു സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാന്നാണ് ഫ്ലിൻസ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആർക്കിടെക്ചറൽ ക്ലാസിഫിക്കേഷൻ സ്കീം എന്നോ അല്ലെങ്കിൽ മൈക്കൽ ഫ്ലിൻസ് ക്ലാസിഫിക്കേഷൻ എന്നോ ആണ് ഈ ടോപ്പിക്ക് അറിയപ്പെടുന്നത്. 1972 മൈക്കൽ ഫ്ലിൻ എന്ന് പറയുന്ന ആള് ഈ ക്ലാസിഫിക്കേഷൻസ് ഇൻവെന്റ് ചെയ്തത്. മെയിൻ ആയിട്ട് 4 ക്ലാസിഫിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡേറ്റ സ്ട്രീം SISD, സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം SIMD, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡേറ്റ സ്ട്രീം MISD, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം MIMD. ഇങ്ങനെ 4 ആയിട്ടാണ് ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു മെഷീനിനെ ഇൻസ്ട്രക്ഷൻ സ്ട്രീമിന്റെയും ഡേറ്റ സ്ട്രീമിന്റെയും ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്ട്രക്ഷൻ സ്ട്രീം, അതുപോലെ തന്നെ എന്താണ് ഡേറ്റ സ്ട്രീം. ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ബൈ മെഷീനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന് അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്ന് പറയുന്നത്. ആ ടൈം മനസ്സിലാക്കി വെക്കുക. അടുത്ത ടൈം ഡേറ്റ സ്ട്രീം. ഡേറ്റ സ്ട്രീം എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ഡേറ്റ യൂസ്ഡ് ബൈ ഇൻസ്ട്രക്ഷൻ സ്ട്രീം. ഒരു കമ്പ്യൂട്ടറിന്റെ ഇൻസ്ട്രക്ഷൻ സ്ട്രീം യൂസ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് ഡേറ്റ സ്ട്രീം. ഈ 2 ടേമുകളും പഠിച്ചെങ്കിൽ മാത്രമേ ഈ 4 ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഷീൻ അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോഡുകൾ. DS എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഡേറ്റ സ്ട്രീം എന്ന് പറഞ്ഞാലോ ഇൻസ്ട്രക്ഷൻ സ്ട്രീം യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഡേറ്റകൾക്ക് പറയുന്ന പേരാണ് ഡേറ്റ സ്ട്രീം എന്ന് പറയുന്നത്. ആ 2 ടോപ്പിക്കുകൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതാണ് ഡെഫിനിഷനും ഫിഗറും തന്നിരിക്കുന്നത്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. സിമ്പിൾ ആയിട്ട് താഴെ തന്നിരിക്കുന്ന ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡെഫിനിഷനിലോട്ട് പോകാം. അപ്പൊ മെയിൻ ആയിട്ട് 4 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഓരോ ഫിഗറിനകത്തും നമ്മൾ 3 പാർട്ടുകളാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. CU എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്, PU എന്ന് പറയുന്നത് പ്രോസസിംഗ് യൂണിറ്റ്, MM എന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റ്. അപ്പൊ CU PU എന്താണ്? നമ്മുടെ CPUവിന്റെ പാർട്ടുകളാണ്. ഇനി മെമ്മറി എന്ന് പറയുന്നതോ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്? മെമ്മറിക്കകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെയുണ്ട്? ഇൻസ്ട്രക്ഷൻസും ഡേറ്റയുമാണ് പ്രോഗ്രാമിനകത്ത് ഉള്ളത്. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെമ്മറിക്കകത്ത് നിന്നുള്ള ഇൻസ്ട്രക്ഷനെ നമ്മുടെ CU അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ഫെച്ച് ചെയ്യുന്നു, അതിനെ ഡീകോഡ് ചെയ്ത് പ്രോസസിംഗ് യൂണിറ്റിന് കൊടുക്കുന്നു. അതിനുശേഷം പ്രോസസിംഗ് യൂണിറ്റ് മെമ്മറിക്കകത്ത് നിന്നും ഡേറ്റാനെ ഫെച്ച് ചെയ്ത് ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ശേഷം അതിന്റെ റിസൾട്ടിനെ മെമ്മറിക്കകത്തോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ SISD ആണ്. സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡേറ്റ സ്ട്രീം. ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ സ്ട്രീമും ഒറ്റ ഡേറ്റ സ്ട്രീമും ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പാർട്ടുകൾ നോക്കിയതാണ് ഫിഗർ. ഒരൊറ്റ കൺട്രോൾ യൂണിറ്റ്, ഒറ്റ പ്രോസസിംഗ് യൂണിറ്റ്, ഒറ്റ മെമ്മറി യൂണിറ്റ്. ഈ DS, IS എന്ന് പറഞ്ഞു തന്നിരിക്കുന്നതാണ് ഡേറ്റ സ്ട്രീമും ഇൻസ്ട്രക്ഷൻ സ്ട്രീമും. ഇവിടെ നടക്കുന്ന വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെമ്മറിക്കകത്താണ് നമ്മുടെ പ്രോഗ്രാമും ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാമിനകത്ത് ഡേറ്റയും ഉണ്ട്, ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അവിടെ നിന്നും നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. അതാണ് ഈ തന്നിരിക്കുന്നത്. ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് ആർക്ക് കൊടുക്കുന്നു? പ്രോസസിംഗ് യൂണിറ്റിന് കൊടുക്കുന്നു.
ആ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? ഇൻസ്ട്രക്ഷനും ഉണ്ട്. ഇനി ഡേറ്റയെ എവിടെ നിന്ന് ആക്സസ് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരു ഡേറ്റ വേണമല്ലോ. ആ ഡേറ്റനെ നമ്മൾ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഡബിൾ ആരോ തന്നിരിക്കുന്നത് കണ്ടോ? അതിന്റെ മീനിങ് എന്താ? ഈ പ്രോസസ്സിംഗ് യൂണിറ്റിന് കിട്ടുന്ന റിസൾട്ടിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? മെമ്മറി യൂണിറ്റിലോട്ട് തിരിച്ച് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീമും സിംഗിൾ ഡാറ്റ സ്ട്രീമുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ x+y എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിക്കുക. നമ്മുടെ മെമ്മറി കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് x+y എന്ന് വിചാരിക്കുക. അപ്പൊ x+y-നെ നമ്മുടെ CU എന്ന് പറയുന്ന ആള് കൺട്രോൾ യൂണിറ്റ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തു. x+y ആണ് ഇതെന്ന് വിചാരിക്കുക. അതിനെ ഡീകോഡ് ചെയ്ത് നമ്മുടെ PU-നകത്തോട്ട് കൊടുത്തു. ഇതിനകത്ത് ഇപ്പൊ x+y ഉണ്ട്. ഇനി നമ്മുടെ മെമ്മറിക്കകത്ത് തന്നെ എന്തുണ്ട്? ഡേറ്റ ഉണ്ട്. ഇപ്പൊ 4ഉം 5ഉം ആണ് ഡേറ്റ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x+y ഇൻസ്ട്രക്ഷനും ഡേറ്റ 4ഉം 5ഉം ആണെങ്കിൽ എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്യാനല്ലേ ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? 9 ആയിരിക്കും അതിന്റെ റിസൾട്ട്. ആ റിസൾട്ടിനെ നമ്മുടെ PU എന്ത് ചെയ്യുന്നു? മെമ്മറിക്കകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷൻ x+y എന്ന് പറയുന്ന ഒരു ഒറ്റ ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ 5ഉം 4ഉം എന്നും പറയുന്ന ഒറ്റ ഡേറ്റയുമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തേതാണത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ SIMD, സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം. ഒറ്റ ഇൻസ്ട്രക്ഷനും ഒന്നിലധികം ഡേറ്റകളും. അതാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഒറ്റ ഇൻസ്ട്രക്ഷനും ഒന്നിലധികം ഡേറ്റകളും. അപ്പൊ ഇവിടെ നോക്കിക്കേ, തന്നിരിക്കുന്നത് നോക്കിക്കേ. ഒറ്റ കൺട്രോൾ യൂണിറ്റ്, ഒന്നിലധികം പ്രോസസ്സിംഗ് യൂണിറ്റ്, ഒന്നിലധികം മെമ്മറി യൂണിറ്റ്. അല്ലെങ്കിൽ മെമ്മറി ഷെയർഡ് മെമ്മറി ആണ്. ഒരൊറ്റ മെമ്മറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഷെയർഡ് മെമ്മറി ആണെന്ന് മാത്രം. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് നോക്കിയേ, സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം ആണ്. നമ്മുടെ മെമ്മറിയിൽ നിന്നും പ്രോഗ്രാമിനകത്തെ ഇൻസ്ട്രക്ഷനെ, സിംഗിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ നമ്മുടെ CU ഫെച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് ആ ഇൻസ്ട്രക്ഷനെ കൊടുക്കുന്നു. ഇനി പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീമിനെ പിക്ക് ഔട്ട് ചെയ്യുന്നത്. MD ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീം, ഒന്നിലധികം ഡേറ്റകളിലാണ് ഒരേ ഇൻസ്ട്രക്ഷൻ തന്നെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. ഈ PU1 എടുക്കുന്ന ഡേറ്റ അല്ല PU2 എടുക്കുന്നത്. അതുപോലെ തന്നെ PUN എടുക്കുന്നത് വേറെ വ്യത്യാസപ്പെട്ട ഡേറ്റ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്ന റിസൾട്ടും വ്യത്യാസപ്പെട്ടതായിരിക്കും. ഒരു എക്സാമ്പിൾ വിചാരിക്കുക. സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീം. x+y ആണ് ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിക്കുക. x+y നമ്മുടെ മെമ്മറിക്കകത്ത് നിന്ന് ലോഡ് ചെയ്ത് CU എടുത്തു. CU അത് പ്രോസസ്സിംഗിന് കൊടുത്തു. അപ്പൊ ഈ PU1-നകത്തും PU2-നകത്തും PUN വരെയുള്ള പ്രോസസ്സിംഗിനകത്തും എന്തുണ്ട്? x+y എന്ന് പറയുന്ന ഒരു ഒറ്റ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇനി ഡേറ്റ പലതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒന്നാമത്തേനകത്തെ ഡേറ്റ 5ഉം 4ഉം ആണെന്ന് വിചാരിക്കട്ടെ. രണ്ടാമത്തേനകത്തെ ഡേറ്റ 4ഉം 2ഉം ആണെന്ന് വിചാരിക്കട്ടെ. മൂന്നാമത്തേനകത്തെ ഡേറ്റ 6ഉം 1ഉം ആണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 5ഉം 4ഉം കൂടെ കൂട്ടി 9 ആയിരിക്കും റിസൾട്ട്. ഇവിടെ 4ഉം 2ഉം കൂടെ കൂട്ടി 6 ആയിരിക്കും റിസൾട്ട്. ഇവിടെയോ 6ഉം 1ഉം കൂടെ കൂട്ടി 7 ആയിരിക്കും റിസൾട്ട്. പക്ഷെ ഇൻസ്ട്രക്ഷൻ എല്ലാം എന്ത് തന്നെയാണ്? x+y എന്ന് പറയുന്ന അഡീഷൻ തന്നെയാണ്. ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ റിസൾട്ടുകളെ എങ്ങോട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? മെമ്മറിക്കകത്തോട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതാണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത്. സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത് ഒരൊറ്റ ഇൻസ്ട്രക്ഷനും അത് വർക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഡേറ്റയിലുമാണ്. അപ്പൊ ഇത്രയാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്.